ഇബ്രാഹിം നബി അലൈഹിസ്സലാം എല്ലാം കേട്ടു. മിസ്രിലേക്ക് പ്രവേശിച്ചു. മിസ്രിന്റെ ആ മണലാരുണ്യത്തിലൂടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും സാറാ ബീവിയും ഇങ്ങനെ നടന്നു പോവുകയാണ്. രാജാവിന്റെ ഭൃത്യന്മാർ, അവിടുത്തെ പട്ടാളം ഇവരെ ശ്രദ്ധയിൽപ്പെടുകയാണ്. സുന്ദരിയായ ഒരു സ്ത്രീ ഈ നാട്ടിൽ വന്നിട്ടുണ്ട് എന്ന വിവരം രാജാവിന്റെ ചെവിയിലെത്തുകയാണ്. അവരെ പിടിച്ചുകൊണ്ടുവരാൻ ഓർഡർ കൊടുക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും സാറാ ബീവിയെയും അതാ രാജകൊട്ടാരത്തിൽ ദർബാർ ഹാളിൽ ഹാജരാക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് രാജാവ് ചോദിക്കുന്നു, ഇത് നിന്റെ ആരാണ്? എന്റെ സഹോദരിയാണ്. കാരണം എന്താ? ഭർത്താവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലും. സഹോദരനാണ്, സഹോദരി എന്ന കുഴപ്പമില്ലല്ലോ. നിങ്ങള് വല്ലാത്തൊരു പരീക്ഷണം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നാം ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി. ആ പരീക്ഷണങ്ങളൊക്കെ അദ്ദേഹം പൂർത്തിയാക്കി, അതിലൊക്കെ അദ്ദേഹം വിജയിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. വല്ലാത്ത പരീക്ഷണമാണ്. സാറാ ബീവി റളിയല്ലാഹു അൻഹയെ രാജാവിന്റെ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇബ്രാഹിം നബിയെ ഒരു റൂമിൽ കൊണ്ടുപോയി അടക്കുകയാണ്. മുഅ്മിനീങ്ങളെ, ചരിത്രം വിശാലമാണ്. ചുരുക്കി പറയട്ടെ, രാജാവിന്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി സാറയുടെ അടുക്കലേക്ക് പോവുകയാണ്. സാറാ ബീവി റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അല്ലാഹ്, നിന്റെ കാവലല്ലാതെ ഒന്നുമില്ല. അല്ലാഹ്, കാത്തുരക്ഷിക്കണേ. അല്ലാഹ്, ഹസ്ബി അല്ലാഹ്, എനിക്കെന്റെ റബ്ബ് മതി എന്ന് പറഞ്ഞു ദുആ ചെയ്യുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അടക്കപ്പെട്ട റൂമിൽ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹ്, എന്റെ ഭാര്യയെ സംരക്ഷിക്കണേ. അല്ലാഹ്, ഈ പ്രാർത്ഥനാ മന്ത്രങ്ങള് ആകാശത്തേക്ക് ഉയരുകയാണ്. ഈ സമയത്ത് രാജാവ് സാറാ ബീവിയെ പിടിക്കാൻ കയ്യങ്ങ് ഉയർത്തിയപ്പോ രാജാവിന്റെ കയ്യങ്ങ് കുഴയുകയാണ്. രാജാവിന്റെ കയ്യ് കുഴഞ്ഞുകൊണ്ട് രാജാവ് നിലത്തിരിക്കുകയാണ്. കേണുകൊണ്ട് യാചിച്ചുകൊണ്ട് സാറാ ബീവിയോട് പറഞ്ഞു, ഇനി ഞാൻ ചെയ്യൂല, ഒന്ന് ദുആ ചെയ്യണേ. സാറാ ബീവി ദുആ ചെയ്തു. കൈ വീണ്ടും ശരിയായി. രണ്ടാമത്തെ പ്രാവശ്യവും ആ സുന്ദരിയായ യുവതിയെ പിടിക്കാൻ വേണ്ടി രാജാവ് ചെല്ലുകയാണ്. ഈ സമയത്ത് രണ്ട് കൈയും രണ്ട് കാലും കുഴഞ്ഞു നിലത്ത് വീഴുകയാണ്. മുഅ്മിനീങ്ങളെ, ചരിത്രങ്ങളിൽ കാണാം. ഈ സമയത്ത് വീണ്ടും ആ മനുഷ്യൻ രാജാവ് കരഞ്ഞുകൊണ്ട് കേണപേക്ഷിച്ചു, എന്നെ രക്ഷിക്കണേ, രക്ഷിക്കണേ. സാറാ ബീവി ദുആ ചെയ്തു. അസുഖം മാറി. മൂന്നാമത്തെ പ്രാവശ്യവും പിടിക്കാൻ വേണ്ടി ചെന്നപ്പോ വീണ്ടും അതാ ആ മനുഷ്യൻ പൂർണ്ണമായി തളർന്നു വീഴുകയാണ്. അവസാനം മാപ്പ് പറഞ്ഞുകൊണ്ട്, ഇനി ഒരിക്കലും തൊടൂല, നിങ്ങളാരാ, നിങ്ങളാരാ, നിങ്ങളാരാ. ഈ സമയത്ത് സാറാ ബീവി ദുആ ചെയ്തു. രാജാവിന്റെ പൂർവ്വ അവസ്ഥയിലേക്ക് വന്നു. സാറാ ബീവി പറഞ്ഞ മറുപടി, എന്നോട് ചോദിക്കണ്ട, നിങ്ങൾ റൂമിൽ അടച്ച വ്യക്തിയുണ്ടല്ലോ, അദ്ദേഹത്തോട് ചോദിക്കൂ എന്ന് പറയുമ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ച് രാജദർബാറിൽ ഹാജരാക്കുകയാ. രണ്ടുപേരെയും ഒരുമിച്ചിരുത്തുകയാ. ഇബ്രാഹിം നബിയോട് ചോദിക്കുന്നു, നിങ്ങളാരാ? അന ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, ഞാൻ ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയാണ് എന്ന് പറയുമ്പോ രാജാവ് ക്ഷമ ചോദിക്കുകയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ പറയാതിരുന്നത്? ക്ഷമ ചോദിച്ചുകൊണ്ട് ദിവസങ്ങളോളം രാജകൊട്ടാരത്തിൽ അവരെ സംരക്ഷിക്കുകയാണ്, പാർപ്പിക്കുകയാണ്, അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണ്. പിന്നീട് അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം അവർ ഫലസ്തീനിലേക്ക് പോകുമ്പോ രാജാവ് പറഞ്ഞു, ഇബ്രാഹിം നബിയെ, നിങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ അതിഥികളായി താമസിച്ചവരല്ലേ, നിങ്ങളെ ഭാര്യയെ ഞാൻ ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ സന്തോഷത്തിന് ഞാൻ നിങ്ങളെ
നിങ്ങൾക്കൊരു സമ്മാനം തരട്ടെയോ? ആ സാറാ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് സമ്മാനമായിട്ട് നൽകിയത് ആരാണെന്നറിയോ? മഹദിയായ ഹാജറ ബീവി റളിയല്ലാഹു അൻഹ രാജാവിന്റെ അടിമ സ്ത്രീയായിരുന്നു. രാജാവിന്റെ ആ നാട്ടിൽ രാജാവിന്റെ ദർബാർ ഹാളില് അടിമപ്പണി എടുക്കുന്ന അടിമ സ്ത്രീയായ ഹാജറ ബീവി റളിയല്ലാഹു അൻഹയെ സാറാ ബീവിക്ക് വേലക്കാരിയായി സർവന്റായിട്ട് സമ്മാനമായിട്ട് ഗിഫ്റ്റായിട്ട് നൽകുകയാണ്. സാറാ ബീവിയുടെ കൂടെ ഹാജറ ബീവിയും പോവുകയാണ്. ഒരുപാട് വർഷങ്ങളായിട്ടും കുഞ്ഞില്ലാത്തത് കാരണം സാറാ ബീവി പറഞ്ഞു, ഇബ്രാഹിം നബിയേ, അന്ന് നമ്മുടെ അടിമ സ്ത്രീയായ ഹാജറയെ സ്വതന്ത്രയാക്കിയിട്ട് നിങ്ങൾ വിവാഹം കഴിക്കണം. ഇനി ഞാൻ ചരിത്രം പറയുന്നില്ല, കാരണം പറഞ്ഞാൽ തീരുക. അങ്ങനെ വിവാഹം ചെയ്തതാണ് ആരനെ?